ഹലോ, നമസ്കാരം. സുനിൽ ബ്രദർ. അതെ. സാം കടമനിട്ട എന്നൊരാളാണിത്. ആ, ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്, മ്യൂസീഷ്യനാണ്, ഒക്കെയാണ്. ഞാൻ വിളിച്ചത് എന്റെ ഒന്ന് രണ്ട് വിയോജിപ്പുകൾ രേഖപ്പെടുത്താനാണ്. നിങ്ങളോട് ഒരുപാട് സുനിൽ ബ്രദറിന്റെ വീഡിയോസ് യാദൃശ്ചികമായിട്ടോ അല്ലാതെയോ ഒക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. പല കാര്യങ്ങളോടും 100% യോജിപ്പാണ് ഉള്ളത്. പ്രത്യേകിച്ച് പട്ടക്കാരുടെ ശുശ്രൂഷകൾക്ക് നിരക്കാത്ത രീതിയിലുള്ള അവരുടെ പ്രവർത്തനങ്ങളെ തുറന്നു കാട്ടുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ 100% യോജിപ്പാണുള്ളത്. എന്നാൽ എനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കെ പി യോഹന്നാനെ കുറിച്ച് അങ്ങ് ഇടുന്ന വീഡിയോസിനോട് എന്തുകൊണ്ടാണ് അങ്ങനെ വീഡിയോസ് ഇടാൻ താങ്കൾ പ്രേരിതനാവുന്നത്? എന്തെങ്കിലും വ്യക്തിപരമായി കൃത്യമായി ഇൻഫർമേഷൻസ്, ഒരു ഡോക്യുമെന്റ് കയ്യിലുള്ളതിന്റെ അടിസ്ഥാനത്തിലാണോ അതോ കേട്ടറിവിന്റെ അടിസ്ഥാനത്തിലാണോ? എന്തുകൊണ്ടാണ് അത്രയും വീഡിയോസ് ഇടുന്നതെന്ന് എനിക്ക് അറിയാൻ ഒന്ന് ചോദിക്കണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറെ ദിവസം കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ അഗെയിൻ ഇപ്പോൾ ബ്ലസ്സി സംവിധാനം ചെയ്ത ശവമടക്കുന്നോ മറ്റോ ഒരു സാധനം കൂടെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ചോദിക്കാതെ എന്തിനാണ് ഞാനൊരു നോട്ടപ്പുള്ളി ആകുന്നത് എന്ന് കരുതി തന്നെ ചോദിക്കേണ്ട എന്ന് വിചാരിച്ച് ഞാനങ്ങ് വിട്ടതാണ്. പക്ഷേ അഗെയിൻ തുടർച്ചയായി അദ്ദേഹത്തെ സംബന്ധിച്ച് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിന് ഒരു റീച്ച് ഉണ്ടാകുന്ന സംഗതിയാണ് ഒന്നത്. മറ്റൊന്ന്, ഇത്രയും വിയോജിപ്പുള്ളപ്പോൾ പോലും അദ്ദേഹത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷ അവരുടെ ചാനലിൽ നിന്ന് എടുത്ത് നിങ്ങളത് നിങ്ങളുടെ ചാനലിൽ അത് ലൈവായിട്ടിടുകയും അവിടെ 500-600-ലധികം പേര് അവിടെ ലൈവായിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് സാമ്പത്തികമായി നിങ്ങൾക്കും ഗുണമുള്ള കാര്യമാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ അത്തരം സംഗതികൾ ചെയ്യുന്നത്, സാമൂഹിക പ്രതിബദ്ധതയ്ക്കപ്പുറം. അല്ല, ഇത് ആരെങ്കിലും പറഞ്ഞിട്ട് ഒരു പ്രസംഗം പോലെ പറഞ്ഞ് കേൾപ്പിച്ച് ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയാണോ സഹോദരനെ എന്തോ ആണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. തുടർച്ചയായി നിങ്ങൾ ഒരു പ്രസംഗം പറയുവാനുണ്ടെങ്കിൽ നിങ്ങൾ പ്രസംഗം നടത്തി എനിക്ക് റെക്കോർഡ് അയച്ചു തന്നെ ഞാനത് കേൾക്കാം. എന്തുകൊണ്ട് എന്റെ മറുപടി പ്രതീക്ഷിച്ചാണ് ചോദ്യം ചോദിക്കുന്നത്. എനിക്ക് മറുപടി എനിക്കൂടെ പറയണ്ടേ? എന്തുകൊണ്ടാണ് തുടർച്ചയായി അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ ഒന്നിലധികം വീഡിയോകൾ പറയാനുള്ളത് പറഞ്ഞിട്ടും മതിയാവാതെ ഇട്ടുകൊണ്ടിരിക്കുന്നത്? വ്യക്തിപരമായി എന്തെങ്കിലും നേരിട്ട് അറിവോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണോ? ചോദ്യം കഴിഞ്ഞോ? താങ്കളുടെ പേര് എന്താണ്? സാം. സാം ഏത് മാധ്യമത്തിലാണ് വർക്ക് ചെയ്യുന്നത്? അതവിടെ നിൽക്കട്ടെ. അല്ല, അതവിടെ നിൽക്കട്ടെ. ഞാൻ ആരോടെ സംസാരിക്കുന്നത് എനിക്ക് അറിയണല്ലോ. മിനിമം ഞാൻ സുനിൽ മാത്യു എന്നാണ്. ഞാൻ i2 ന്യൂസിന്റെ സുനിലാണ് സംസാരിക്കുന്നത്. താങ്കൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇത് ബേസിക് കേട്ടസിയാണ്. താങ്കൾ ആരാണ്? താങ്കൾ ഏത് മാധ്യമത്തിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ സാം കടമനിട്ട. എന്റെ വീട് കടമനിട്ടയിലാണ്, പത്തനംതിട്ട കടമനിട്ടയിലാണ്. അതെനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചതല്ലോ. താങ്കൾ ഏത് മാധ്യമത്തിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലല്ല താങ്കളോട് സംസാരിക്കുന്നത്. അല്ല, എന്നോട് മാധ്യമപ്രവർത്തകനാണെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. മാധ്യമപ്രവർത്തകനാണ്. പക്ഷെ ഞാൻ പ്രവർത്തിക്കുന്ന മാധ്യമത്തിന്റെ പേര് നമ്മുടെ ഈ ഒരു ടോക്ക് ഒരു അഡ്രസ് പറയാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു പ്രസ്ഥാനം അല്ലയോ അത്? ആണു, ഉറപ്പായിട്ടും ആണു. പക്ഷെ ആ ഒരു മാധ്യമത്തിന്റെ പേര് നമ്മുടെ ഈ ചർച്ചയിലേക്ക് വലിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ് എന്ന് മാത്രം. ഓക്കെ. ഒന്ന്, താങ്കൾക്ക് ഈ പറയുന്നതിനകത്ത് ഒരു അസ്വാരസ്യം, അതല്ലേ കെ പി യോഹന്നാനെ കുറിച്ച് താങ്കൾ ഈ സഭയുടെ അംഗമാണോ? അല്ല. മിലിയ ചർച്ച അംഗമല്ല. അല്ല, ഞാൻ മാർത്തോമാ സഭ അംഗം. മാർത്തോമാ സഭ അംഗമായ താങ്കൾക്ക് മാർത്തോമാ സഭയിൽ ജനിച്ചു വളർന്ന് അതെ പെന്തക്കോസ് പ്രവർത്തനങ്ങളിലൂടെ, വിശ്വാസങ്ങളിലൂടെ, ആത്മീയയാത്രയുടെ വന്ന് പിന്നീട് ഇദ്ദേഹം ഈ ഉണ്ടാക്കിയ ഗോസ്പൽ ഫോർ ഏഷ്യ എന്നൊരു പ്രസ്ഥാനം ഉണ്ടാക്കി. അതിന്റെ മറവിൽ ചാരിറ്റി പ്രവർത്തനങ്ങളും ഫണ്ട് മൊബിലൈസേഷനും നടത്തി. ഇന്ത്യയിൽ സേഫായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പൗരോഹിത്യ സഭകളായി രൂപാന്തരം പ്രാപിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് കരുതി ഒരു സുപ്രഭാതത്തിൽ അതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഒരു പൗരോഹിത്യ സഭ ഉണ്ടാകുകയും കാശ് കൊടുത്ത് കൈവപ്പ് മേടിക്കുകയും കാശ് കൊടുത്ത് മൂറവും മേടിക്കുകയും സെമിനാരി പഠനമൊന്നുമില്ലാത്ത വൈദികരെ ഈ കുപ്പായം ഒടിപ്പിച്ച് ഈ കോലക്കേടുകൾ കാണിക്കുകയും ഇതെല്ലാം ചെയ്ത് ഇദ്ദേഹം അമേരിക്കയിൽ വളരെ ദുരൂഹ സാഹചര്യത്തില് കാറിടിച്ച് കൊല്ലപ്പെടുകയും ചെയ്ത ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് മാധ്യമപ്രവർത്തനായ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിനകത്തൊരു എലമെന്റ് ഓഫ് ഡൗട്ട് ഒന്നും തോന്നാതെ ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെന്റൽ എവിഡൻസും സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് സാം കടമനിട്ടയ്ക്ക് സംശയം തോന്നുന്നത്?
അല്ലല്ല, ഈ പറഞ്ഞ നിങ്ങൾ ആദ്യം പറഞ്ഞതിനോടൊന്നും ഞാൻ വിയോജിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് വിയോജിക്കാൻ പറ്റത്തില്ല. സത്യത്തിനോട് നിങ്ങൾ വിയോജിച്ചിട്ടെന്താ കാര്യം? സത്യമായിട്ട് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് സാങ്കടമിട്ട് വിയോജിച്ചിട്ടെന്താ കാര്യം? സുനിൽ ബ്രദറെ, ഞാൻ ഇങ്ങനെ ഒരു ആർഗ്യുമെന്റിനല്ല ഞാൻ വിളിക്കുന്നത്. ആർഗ്യുമെന്റ് അല്ല, കാര്യമല്ലേ പറഞ്ഞത്. ഇസ് നോട്ട് ആർഗ്യുമെന്റ്, കാര്യങ്ങൾ ഡിസ്കഷൻ ആണ് നടന്നത്. പറഞ്ഞോളൂ. കെ.പി. യോഹന്നാൻ അമേരിക്കയിൽ കൊല്ലപ്പെട്ടതാണ് എന്നതിന് എന്തെങ്കിലും വസ്തുതാപരമായ ഒരു അറിവ് അവിടെ നിർത്തുക. കെ.പി. യോഹന്നാൻ താങ്കളുടെ അനുസരിച്ചിട്ട് എങ്ങനെയാണ് മരിച്ചത്? അദ്ദേഹം രാവിലെ നടക്കാൻ പോയപ്പോൾ ഒരു കാർ ഇടിച്ചു. കാർ ഇടിക്കാൻ വെച്ചാൽ പുള്ളി ഓടിച്ച കാർ അങ്ങോട്ട് പോയി ഇടിക്കുകയായിരുന്നോ? അദ്ദേഹം നടന്നപ്പോ അദ്ദേഹത്തെ അല്ല, അതിന് എന്തെന്നാ പറയുന്നത്? എന്താ ആ മരണത്തിന് എന്തെന്നാ പറയുന്നത്? ആത്മഹത്യയാണോ? ആത്മഹത്യയായിരുന്നോ? അല്ല, പുള്ളി പോയ വഴിക്ക് പുള്ളിക്ക് നെഞ്ചിന് വേദന വന്ന് പുള്ളി പെടഞ്ഞു വീണ് മരിച്ചതാണോ? നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന അതല്ലെന്ന് ഞാൻ ചോദിക്കുന്നതിന് മറുപടി, ഞാൻ താങ്കൾ പറഞ്ഞതിന് മറുപടി എല്ലാം ഞാൻ പറയാം. അദ്ദേഹം നടക്കാൻ പോയതാണ്. അദ്ദേഹം കാറിന്റെ മുന്നിലേക്ക് എടുത്തു ചാടിയതാണോ? അല്ല. അദ്ദേഹത്തെ കാർ വന്ന് ഇടിച്ചതാണോ? അതെ, ഇടിച്ചതാണോ? അതിന് നമ്മൾ എന്തെന്നാ പറയുന്നത് മലയാളത്തിൽ, പച്ച മലയാളത്തില്? കാർ വന്ന് ഇടിക്കുന്നതിന് കൊലപാതകം എന്നാണോ പറയുന്നത്? കാർ വന്ന് ഇടിക്കുന്നതിന് എന്താ പറയുന്നത്? കൊല്ലപ്പെടുക എന്നാണോ പറയുന്നത്? കാർ ഇടിച്ചു കൊല്ലപ്പെട്ടു ആണോ? ഓക്കെ, ശരി. ഞാനത് ആ കാർ ഓടിച്ചതാരാ? അറിയില്ല, എനിക്ക് അതിനെക്കുറിച്ച്. നിങ്ങൾക്കറിയത്തില്ല അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു അറിയാമോ? കാർ ഇടിച്ച ആരാണെന്ന് സുനിൽ ബ്രദറിന് അറിയാമോ? ഞാൻ ചോദിച്ചത് മറുപടി പറയാ. എനിക്ക് അറിയാത്ത കൊണ്ടാണല്ലോ ഞാൻ അത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് ഞാൻ മാത്രമേ പറയുന്നുള്ളൂ. ഇവരുടെ വീട്ടുകാർക്കോ ഇവരുടെ സഭയ്ക്കോ തോന്നാത്ത എന്താണെന്നാ ഞാൻ ചോദിക്കുന്ന ചോദ്യം. ഞാൻ ചോദിക്കുന്ന അത്രേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഈ ഇതിനകത്ത് എന്തെങ്കിലും എലമെന്റ് ഓഫ് ദുരൂഹത ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയ്ക്ക് ഈ മരണത്തിൽ താങ്കൾ ഇത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണെന്ന് കരുതുന്നുണ്ടോ? കരുതുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാ കരുതുന്നേ? അതല്ലാതെ മറിച്ച് സംശയിക്കേണ്ട അല്ല. ഞാൻ ചോദിക്കട്ടെ, കെ.പി. യോഹന്നാൻ എല്ലാ ദിവസവും ഈ വെളിയിൽ വന്ന് കോമ്പൗണ്ടിന് വെളിയിൽ കൂടായിരുന്നു സഞ്ചരിക്കുന്നത്? സുനിൽ ബ്രദറെ, അല്ലല്ല, ചോദിക്കുന്നേക്ക് സാം കടമനിട്ടെ അവിടെ നിൽക്കും. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ മറുപടി പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് മറുപടി. കെ.പി. യോഹന്നാൻ എന്ന വ്യക്തി ഈ കോമ്പൗണ്ടിന് വെളിയിൽ കൂടായിരുന്നു എന്ന് നടക്കുന്നത് അതോ ക്യാമ്പസിനകത്തായിരുന്നു അവിടെ ഉള്ളപ്പം? അറിയാമോ? പുറത്തു പോകുന്നത് വളരെ വിരളമായിട്ടാണെന്ന് മാത്രം അറിയാം. വിരളമായിട്ടല്ല, അയാൾ പോകത്തില്ലായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് പുള്ളി ഈ വെളി വരുന്നത്. ഓക്കെ, പക്ഷേ ആണ്. അന്നേരം ആ ദിവസം തന്നെ ഇദ്ദേഹം ലാസ്റ്റ് ആരുമായിട്ട് ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നെന്ന് അറിയാമോ? മുമ്പ് പറഞ്ഞതിന് ഒരൊറ്റ കാര്യം കൂടെ. അല്ല, മുമ്പല്ല, ഇത് ഈ ഒരു ചോദ്യം കൂടെ ചോദിച്ചത്. ഇദ്ദേഹം ഈ അപകടം നടക്കുന്ന സമയത്ത് ആരുമായിട്ടായിരുന്നു മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്? എന്നോടാണ് ലാസ്റ്റ് സംസാരിച്ചതെന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുപ്പമുള്ള ഒരു പട്ടക്കാരന്റെ പേര് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ ആ പേര് പറയാൻ എന്തിനാ മടിക്കുന്നത്? എന്തിനാ? ഓക്കെ, പറഞ്ഞു. ആരോടാ സംസാരിച്ചതെന്ന് സുനിൽ ബ്രദറിന് അറിയാമെങ്കിൽ. അല്ല, നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ പത്തനംതിട്ടക്കാരൻ, നിങ്ങൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിച്ചു. നിങ്ങൾ അത് പറ. ആരായിരുന്നു അവസാനമായിട്ട് വിളിച്ചത്? ഞാൻ സുനിൽ ബ്രദറിനെ ക്വസ്റ്റ്യൻ ചെയ്യാനല്ലോ. അല്ലല്ല, സാമേ അദ്ദേഹം അവസാനമായിട്ട് ഫോണിൽ കൂടെ വിളിച്ച് സംസാരിച്ച ആരായിരുന്നു? സിജോച്ചൻ ഏഷ്യാനെറ്റിൽ പറയുന്നത് പുള്ളി തന്നെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ പറയട്ടെ, സാധാരണഗതിയിൽ ഒരു അപകട മരണം ഉണ്ടാകുമ്പോൾ അത് ചിലപ്പം സ്വാഭാവികമായിട്ട് ബൈ മിസ്റ്റേക്ക് ഹിറ്റ് ആൻഡ് റൺ ആയിരിക്കാം, അല്ലെ പർപ്പസ്ഫുള്ളി ഒരു കൊലയാണെന്നുള്ള രീതിയിൽ ഇടിക്കാൻ പാടാനും അതിനെക്കുറിച്ച് ഒരു അന്വേഷണം ഇദ്ദേഹം സ്വാഭാവികം ഒരു ദിവസം പോലും വെളിയിൽ വന്ന് സഞ്ചരിക്കത്തില്ല. അന്ന് പതിവിന് വിപരീതമായി ഫോൺ വിളിച്ച് ഇവർ സംസാരിക്കുകയും കോമ്പൗണ്ടിന് വിളിച്ച് ഇറക്കുകയും സംസാരിക്കുകയും ചെയ്ത് അത് എന്താണ് അവർ സംസാരിച്ചത് എന്നേലും ഒന്ന് അന്വേഷിക്കണ്ടേ? കോമ്പൗണ്ടിന് വിളിച്ച് പുറത്തിറക്കി നേരെ പോയി പുറത്തോട്ട് അവിടെ ഫിസിക്കലി വിളിച്ചല്ലോ, ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതാ പറഞ്ഞത്. അന്നേരം അതിന് ഇത് നമ്മള് സാമോ, സുനിൽ മാത്യുവോ കോമ്പിറ്റന്റ് ഏജൻസികളല്ല ഇത് അന്വേഷിക്കാൻ. ഇത് അന്വേഷിക്കണ്ടേന്ന് ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. എന്റെ പൊന്ന് സുനിൽ ബ്രദറെ, ഇത് സംഭവിച്ചത് അമേരിക്കയിലാണല്ലോ. ഇത് അത് അന്വേഷിക്കണ്ടേ? അമേരിക്കയിലായിക്കോട്ടെ. അമേരിക്കയിലാണെങ്കിൽ അവിടെ കളഞ്ഞിട്ടല്ലോ ഇവിടെ കൊണ്ട് ഈ 13 ദിവസം ഇതെല്ലാം നടത്തിയിട്ട് ഇവിടെ അല്ലേ അടക്കിയത്? അങ്ങനെയാണെങ്കിൽ അത് അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഇത് അന്വേഷിക്കണോ? ഉറപ്പായിട്ടും അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടേണ്ട ആളുകൾ ആവശ്യപ്പെടുകയും അങ്ങനെ ആവശ്യപ്പെട്ടാൽ അന്വേഷിക്കുകയും ചെയ്യണം. അങ്ങനെ ആവശ്യപ്പെട്ടോ? ഈ പറയുന്ന സഭയുടെ ഔദ്യോഗിക വക്താവ് സിജു പന്തപ്പള്ളി എന്തോ പറഞ്ഞത് കേട്ടില്ലോ? നിങ്ങൾ ഏഷ്യാനെറ്റിലൂടെ പറഞ്ഞെന്തുവായിരുന്നു? സഭയ്ക്ക് അതിൽ ആശങ്കയില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ അമേരിക്കയിൽ ഉണ്ടായിരുന്നല്ലോ. അല്ല, അത് അയാളുടെ മകനല്ലെന്നല്ലോ. ഔദ്യോഗിക വക്താവ് എന്ന് പറയുമ്പോഴത്തേക്കും മോനൊന്നല്ല. ആ സമയത്ത് സഭയുടെ സ്പോക്സ് പേഴ്സൺ സിജോ പന്തപ്പള്ളിയാണ്. അന്നേരം അദ്ദേഹമല്ലേ അതിനെക്കുറിച്ച് അദ്ദേഹം ആശങ്കയില്ല. ഇദ്ദേഹത്തിന് എങ്ങനെ പറയാൻ പറ്റും? ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇപ്പൊ ഞാൻ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അല്ലല്ല, ഒരു സെക്കൻഡ് ഞാൻ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടാകുമ്പോഴത്തേക്കും നിങ്ങൾക്കേലും സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടാകട്ടെ, ഇവൻ എന്ത് സംഭവിച്ചു? നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നാണല്ലോ, അതെന്തോ ആണെന്ന് നിങ്ങൾക്കേലും ഒരു സ്വാഭാവികമായിട്ട് ഉണ്ട്. അതുപോലും സിജോയ്ക്ക് എന്തോ ഉണ്ടായില്ല. ഏതായാലും ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഉണ്ടാകേണ്ട ആവശ്യമില്ല. അതെന്താ ഇല്ലാത്തത്?
സിജോ അല്ലല്ലോ ഇപ്പം സിജോ പന്തപ്പള്ളി. അതല്ലെന്ന്, ഇത് സിജോയോട് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് ഇതുപോലൊരു ആക്സിഡന്റ് ഉണ്ടായി. സിജോയ്ക്ക് തോന്നണ്ടേ? സുനിൽ ബ്രദറെ, എന്റെ സമയം നിങ്ങൾ ബുദ്ധിയുള്ള ആളാണ്, ഞാനും ബുദ്ധിയുള്ള ആളാണ്. അന്നേരം നിങ്ങൾ ഒബ്ജക്റ്റീവായിട്ട് സംസാരിക്കുക, നിങ്ങൾ വേറെ ആർക്കോ വേണ്ടി സംസാരിക്കുക. നമ്മളിപ്പോൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കാറ് ഡ്രൈവ് ചെയ്യുകയാണ്, എന്റെ നേരെ അല്ലെങ്കിൽ ഞാൻ പുറത്തിറങ്ങി നിൽക്കുകയാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്നെ ഒരു വണ്ടി ഇടിക്കുന്നത് സുനിൽ ബ്രദറിന് സംശയം ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്? ഇതാരാ മരിച്ചതാരാ? ആരായാലും ആരായിക്കോട്ടെ. അതല്ലല്ല, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ഇപ്പൊ ഈ വിളിച്ച അതായത് ഒരു മാർത്തമക്കാരനായ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല മാധ്യമപ്രവർത്തകൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ഫൗൾ പ്ലേ നടന്നിട്ടുള്ള ഒരു കാര്യത്തില് സത്യം വിളിച്ച് എവിഡൻസിന്റെ പുറത്ത് പോകുന്നത് നിങ്ങൾ എന്നെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നിങ്ങൾ മറുപടി പറയുക. ഒന്ന്, ഈ ഈ അപകടം നടന്ന് മരിച്ചത് ആളാരാ? അവിടുത്തെ മറ്റേ ഡാലസിലുള്ള ഏതെങ്കിലും പച്ചക്കറി കച്ചവടക്കാർ അല്ലെ കൃഷിക്കാരനാണോ? ആരും ആയിക്കോട്ടെ, ആരാ മരിച്ചതാരാ? സുനിൽ ബ്രദറെ, ഞാൻ ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾക്ക് ഞാൻ മറുപടി പറയട്ടെ. എനിക്കിത് ഒരു ബന്ധവും ഇല്ലാത്തൊരു കാര്യമില്ല. എനിക്ക് ഈ മനുഷ്യനോട് ആത്മബന്ധം ഉണ്ടായിരിക്കുകയും എനിക്ക് ഡയറക്റ്റ് മൊബൈൽ ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ പേഴ്സണൽ നമ്പർ തരികയും അദ്ദേഹത്തിന്റെ പല പ്രവർത്തനങ്ങളുടെ ഭാഗമാവുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. താങ്കൾക്ക് ഒരു സംശയം വരേണ്ടതല്ലേ? ഇല്ല, എനിക്ക് സംശയം വരേണ്ട ഒരാവശ്യമില്ല. സംശയമില്ലാത്ത എന്തുകൊണ്ടാണ്? ഒരു സംശയിക്കേണ്ട. അങ്ങനെയാണ് നിങ്ങൾ പറ, പുള്ളിക്ക് എങ്ങനെ മരണം സംഭവിച്ചത്? എങ്ങനെ സംഭവിച്ചേ? പുള്ളിക്ക് മരണം സംഭവിച്ചത് പുള്ളി നടക്കാൻ പോയപ്പോൾ റോഡിൽ വണ്ടി ഇടിച്ച് അദ്ദേഹത്തിന് തക്ക സമയത്ത് അവർ കഴിയുന്നിടത്തോളം വേഗം ചികിത്സ ലഭ്യമാക്കാൻ ശ്രമിച്ചു. അതിനുള്ളിൽ മരണം സംഭവിച്ചു. ആരാ പുള്ളിയുടെ വണ്ടി ഇടിച്ചേ? ഇത് സുനിൽ ബ്രദറെ, ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ ആത്മബന്ധമുള്ള പുള്ളിയെ ആരാ ഇടിച്ചെന്നില്ല നിങ്ങൾക്ക് ഒരു മിനിമം ഒരു സാമാന്യ ഒരു ജിജ്ഞാസ ഉണ്ടാവുമോ? അദ്ദേഹത്തിന്റെ ഈ മരണപ്പെട്ട ആളിന്റെ ഭാര്യ, 2 മക്കൾ ജീവനോടെയുണ്ട്. അവരുടെ മകനും മരുമകനും വളരെ ആക്റ്റീവായി സഭയുടെ എല്ലാ കാര്യങ്ങളുടെ നേതൃത്വത്തിലുണ്ട്. അവർക്ക് സിജോ പന്തപ്പള്ളി അച്ഛൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ട് എന്ന് തോന്നിയാൽ അവരുടെ രക്തബന്ധമുള്ള ഈ മരിച്ച വ്യക്തിയുടെ ഏറ്റവും അടുത്ത രക്തബന്ധമുള്ള ഇവരുണ്ട്, ഞങ്ങൾക്ക് ഇതിനകത്തിൽ സംശയമുണ്ട് എന്ന് പറയാൻ അവരുണ്ട്. ഈ മരണം സംഭവിക്കുമ്പോൾ മകൻ അമേരിക്കയിലുണ്ട്. ഈ മരണത്തിനകത്ത് ദുരൂഹത ഉണ്ടെങ്കിൽ മകന് അമേരിക്കയിലെ പോലീസിനോട് ആവശ്യപ്പെടാം. അല്ല, ഒരു കാര്യം പറയാം. ഇതിനകത്ത് ഇദ്ദേഹം ഇതിനകത്ത് ഇപ്പൊ ഇവരിപ്പം മിണ്ടാതിരിക്കുന്നത് കൊണ്ട് സംസാരിക്കുന്നത് ഇത് ഇൻഷുറൻസ് പൈസയും കൂടെ തട്ടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? കാരണം ഫോൺ വിളിച്ചുകൊണ്ടാണ് സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുമോ? അല്ലല്ല, നിങ്ങൾ മനസ്സിലാക്കുക, ഭാര്യയും മക്കളുടെയും ഒക്കെ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില കാലത്തിൽ കൂടെ ഇദ്ദേഹം ഫോൺ വിളിച്ചുകൊണ്ടാണ് സംസാരിച്ചത് എന്ന് ഇവിടുത്തെ നിങ്ങളുടെ സിജോ പന്തപ്പള്ളി മാധ്യമങ്ങളുടെ പബ്ലിക്കലി അനൗൺസ് ചെയ്തേക്കുന്ന കാര്യമാണ്. ഫോൺ വിളിച്ചോണ്ട് അശ്രദ്ധമായിട്ട് റോഡിൽ കൂടെ നടന്നാൽ അമേരിക്കയിലെ നിയമം അനുസരിച്ച് റോഡിലൂടെ ഫോൺ വിളിച്ചോണ്ട് നടന്ന് അപകടം ഉണ്ടായാൽ അതിന്റെ എത്ര കോൺസിക്വൻസ് നിങ്ങൾക്ക് അറിയാമോ? ഈ സുനിൽ ബ്രദറെ, ഇതിന്റെ ഡീറ്റെയിലിങ് ഇതിപ്പം സുനിൽ ബ്രദറിന് വ്യക്തതയുള്ള ഇപ്പം സംശയമാണ് സുനിൽ ബ്രദർ പറയുന്നത്. അല്ല, ഞാനോ നിങ്ങൾ അവിടെ ദൃക്സാക്ഷിയായിട്ട് പോയി കണ്ടോ? ഞാൻ സംശയം ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ സംശയം അന്വേഷിക്കപ്പെടണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. സുനിൽ ബ്രദറെ, KP യോഹന്നാന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട്, അന്വേഷിക്കണം എന്ന 100 വീഡിയോ അങ്ങ് ചെയ്താൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ അങ്ങനല്ല. ഇദ്ദേഹത്തിന്റെ മരണം സംവിധാനം ചെയ്തത് ബ്ലസ്സിയാണ്, വേറെ ആരൊക്കെയാണ് മരണം സംവിധാനം ചെയ്തു. അല്ല, നിങ്ങൾ ഏത് മാധ്യമം? ഞാൻ കൊടുത്ത വാർത്തകൾ നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ ആരോ വിളിച്ച് പറയുന്നത് കേട്ടോ? ഇന്ന് കൊടുത്ത വാർത്തയുടെ പോലും നിങ്ങൾ തെറ്റായിട്ട് പറഞ്ഞു. മരണം സംവിധാനം ചെയ്ത് ബ്ലസ്സിയാണെന്നാണോ ഞാൻ പറഞ്ഞത്? അല്ലല്ല, ശവമടക്കം, കവറടക്കം, ഇത് ഇന്നത്തെ നിങ്ങളുടെ വാർത്ത. അതെ, ശവമടക്കം സംവിധാനം ചെയ്ത് ബ്ലസ്സിയാണെന്ന് അവര് തന്നെ സംഭവിച്ചത് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളത് ശവമടക്ക് സംവിധാനം ചെയ്തത് ബ്ലസ്സിയാണ്. പിന്നെന്തോ പറയുന്നത്? നിങ്ങൾ അതിന് പകരം വാക്ക് പറ. അല്ല, എന്തോ അവര് പറഞ്ഞ വേർഡ് എന്തോ അതൊന്ന് കേൾക്കട്ടെ. അല്ല, ഞാൻ അതിനെന്തോ എനിക്കറിയാൻ പറ്റുകൊണ്ട് ചോദിക്കും. നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞു തരണം. അതായത് ഒരു ശവമടക്ക്, ഒരു പബ്ലിക്, ഒരു പൊതുദർശന ഇവന്റ്, അതിന്റെ ആശയവും ആവിഷ്കാരവും നടത്തി അത് എങ്ങനെയൊക്കെ ക്രമീകരിക്കണം, ക്രൗഡ് എങ്ങനെ നിൽക്കണം, ഒരു സെക്കൻഡ് ക്രൗഡ് എങ്ങനെ മാനേജ് ചെയ്യണം, ലൈറ്റ് അപ്പ് എങ്ങനെ ചെയ്യണം, ആളുകളുടെ ഫ്ലോ എങ്ങനെ ആയിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എങ്ങനെ വരണം, പൂവ് വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഏത് രാജ്യത്ത് പൂ മേടിക്കണം, എങ്ങനെയുള്ള പൂ വെക്കണം, ഹോർഡിങ്സും ബോർഡ്സും എങ്ങനെ വരണം, പ്രൊസഷൻ എങ്ങനെ ആയിരിക്കണം, ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് എന്തോന്നാ പറയുന്നത്?
ഇതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയ മൊബൈൽ അല്ല സമയം ഇതിനെന്തോന്നാ പറയുന്നത്? നിങ്ങൾ ഇത് പറ, ഇതിനെന്തോന്നാ പേര് പറയുന്നത്? എന്റെ പൊന്നു സുനിൽ ബ്രദറെ, എറണാകുളത്ത് ഒരു സാധാരണക്കാരൻ മരിച്ചാൽ ഇവന്റ് മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഞങ്ങൾ അതല്ലല്ലോ ഇത് തെറ്റാ. ഞാൻ ഇത് പറയുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞത് വളരെ മനോഹരമായിട്ട് പ്രൊഫഷണൽ ആയിട്ട് ചെയ്തു. അതിനകത്ത് ഒരു തെറ്റുമില്ല. കള്ളം എന്തിനാ പറയുന്നത്? ഇത് സംവിധാനം ചെയ്തു അല്ല, ഞാൻ അതല്ലല്ലോ ചോദിച്ചത്. ഞാൻ സിജോ പന്തപ്പള്ളിയെ വിളിച്ച് ചോദിച്ചപ്പോ സിജോ പള്ളിക്ക് ഇതിനകത്ത് കള്ളത്തരം പറയേണ്ട ഒരു കാര്യം എന്തായിരിക്കുന്നത്? എന്തോ കള്ളത്തരം പറഞ്ഞേ? അല്ല, അവരല്ല എന്നല്ലേ പറഞ്ഞത്? ബ്ലസ്സിയും പ്രശാന്ത് മാധവനും ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ടോ ചോദിച്ചപ്പോ അദ്ദേഹം എന്താ പറഞ്ഞ? അല്ല എന്ന് പറയേണ്ട ആവശ്യം എന്തായിരിക്കുന്നത്? അല്ലെന്നല്ലേ പറഞ്ഞു. അല്ലാഞ്ഞിട്ട് അല്ലെന്ന് പറഞ്ഞേ. എന്റെ സാമേ, നിങ്ങള് ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ. എനിക്ക് മനസ്സിലായില്ല. അതായത് സിജോ പന്തപ്പള്ളിയെ വിളിച്ച് സുനിൽ ബ്രദർ ചോദിച്ചപ്പോൾ ബ്ലസ്സിയാണ് ഇതെല്ലാം സംവിധാനം ചെയ്തതെന്ന് അദ്ദേഹം സമ്മതിച്ചോ ഇല്ലയോ? സിജോ പന്തപ്പള്ളി കള്ളം പറഞ്ഞു. അതിനെ ഖണ്ഡിച്ച് ഞാൻ ഖണ്ഡിച്ചത് എങ്ങനെ? ഇവരുടെ ആ ഇവന്റിൽ തന്നെ ഇദ്ദേഹത്തെ സ്റ്റേജിലേക്ക് പ്രസംഗിക്കാൻ വിളിച്ചപ്പോഴത്തേക്കും അല്ലല്ല, ഞാൻ അതിനെ ഖണ്ഡിച്ചത് എങ്ങനെ? ഇവരുടെ ഈ ഫംഗ്ഷനിലേക്ക് സ്റ്റേജിലേക്ക് വന്ന ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ ഇദ്ദേഹം മരിച്ചപ്പോൾ തന്നെ ഇവരുടെ കൂടെ നിൽക്കുകയും ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത എന്ന് അവർ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സുനിൽ ബ്രദറെ, ഞാൻ എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. അതായത് ഈ പന്തപ്പള്ളി അച്ഛൻ ബ്ലസ്സിയാണ് ഇത് ചെയ്തതെന്ന് ചോദ്യത്തിന് ആണ് എന്നാണോ ഉത്തരം തന്നത്, അല്ല എന്നാണോ ഉത്തരം തന്നത്? നിങ്ങൾ എന്തോ കേട്ടതെന്തോ? നിങ്ങൾ കേട്ടിട്ടല്ലേ വിളിക്കുന്നത്? പറ, എന്തുവായിരുന്നു പറഞ്ഞത് പന്തപ്പള്ളി? ഞാൻ നിങ്ങളുടെ ആ വീഡിയോ കണ്ടില്ല. ഞാൻ ആര് പറഞ്ഞു? നിങ്ങൾ അതിന്റെ ക്യാപ്ഷൻ എടുക്കാൻ വേണ്ടി ഇപ്പൊ പറഞ്ഞിട്ട് നിങ്ങൾ ഉരുണ്ട് കളിക്കാതെ സുഹൃത്തെ. അതെ, ക്യാപ്ഷനെ കണ്ടുള്ളൂ. ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്തു. നിങ്ങൾക്ക് ഞാൻ ഒരു സെക്കൻഡ് നിങ്ങൾ ചാടി ബഹളം വെക്കാതെ നിന്ന് ഞാൻ സമാധാനത്തോടെ ഞാൻ പറഞ്ഞിരിക്കാം. ഒന്ന്, ഞാൻ അങ്ങനെ ചോദ്യം ചോദിക്കുന്നു, ഈ ബ്ലസ്സിക്കും പ്രശാന്ത് മാധവനുമാണോ എന്ന് ചോദിച്ചപ്പം അല്ല എന്ന് പറഞ്ഞു. ഒരു സെക്കൻഡ് നിങ്ങൾ ബഹളം വെക്കാതെ നിൽക്കും. ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു കേൾക്കാം. പ്രസാദ് മാധവൻ ആരും എനിക്ക് അറിയത്തില്ല, എന്റെ പേര് കൊണ്ട് മനസ്സിലായില്ല. പ്രശാന്ത് മാധവൻ എന്ന് പറയുന്നത് പ്ലസ്സിയുടെ ആടുജീവിതം ഉൾപ്പെടെയുള്ള ആ ചിത്രത്തിലെ ആർട്ട് ഡയറക്ടർ. ആദ്യം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണമെന്ന് ഇത്രയൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കട്ടെ. ചുമ്മാ പ്രത്യേകിച്ച് എന്നെ പോലൊക്കെ ഉള്ളവരാളൊന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം അറിഞ്ഞിട്ട് വേണം നമ്മൾ വിളിക്കാൻ എന്ന് ആ പ്രശാന്ത് മാധവൻ തന്നെ സംസാരിച്ചത് കേട്ടോ? എന്തുവാന്ന് അത് കേൾക്കണം. കേട്ടിട്ട് തന്നെ വിളിക്കണം. ഞങ്ങളാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, എത്രയാണ് ബഡ്ജറ്റ്, എന്നിട്ട് ആ ബിഷപ്പ് എന്താ പറയുന്നത്? ബിഷപ്പ് എന്ന് പറയുന്ന നൈറ്റ് ഇട്ട് കിടക്കുന്നവന്മാര് അവൻ പച്ച കള്ളം പറഞ്ഞ അല്ലാന്ന്. അവന്റെ പരിപാടി നടന്നത് അവന്മാര് തന്നെ അനൗൺസ് ചെയ്തു. ഇതിന് നേതൃത്വം കൊടുത്തത് ഉമാരാണ്. ഉമാര് പറഞ്ഞു ഇതുപോലും മറന്നിട്ട് എന്നോട് പച്ചക്കള്ളം പറഞ്ഞു. ഇത് ചെയ്തതിനല്ല തെറ്റ്. ഇത് ഇവന്മാരുടെ ജീവിയോ 1 കോടി കൊടുക്കുവോ 2 കോടി കൊടുക്കുവോ എന്നുള്ളതാണ് ഇവിടുത്തെ ഇഷ്യൂ. എന്തിന് ഇവന്മാര് കള്ളത്തരം പറയുന്നു? ഇവന്മാര് ഈ കള്ളത്തരം പറഞ്ഞിട്ട് അല്ലല്ല, ഇതിനകത്ത് ഇതുമായി ബന്ധമുള്ള ഒരുപാട്, അതായത് ക്രിയേറ്റീവ് ആയിട്ട് ഇവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കകത്താണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സഹകരിച്ചിട്ടുള്ളത്. നിങ്ങൾ എന്ത് ക്രിയേറ്റിവിറ്റി അവർക്ക് കൊടുത്തേക്കുന്നത്? എന്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തേക്കുന്നത്? ഇത് ചർച്ചുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്ക്. അല്ല, ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണ് താങ്കൾ നൽകുന്നത്? താങ്കൾക്ക് അതിന്റെ കോമ്പിറ്റൻസി എന്തോ? പല കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ പലതരത്തിൽ എന്ന് പറഞ്ഞാൽ എന്തോ കോൺട്രിബ്യൂഷൻ കേൾക്കൂ. ഞാൻ പറയുന്നത് കേൾക്കൂ. അതായത് ഞാൻ അവിടെ കൊള്ളാത്ത കാര്യങ്ങളാണോ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? സുനിൽ ബ്രദറിന് അങ്ങനെ തോന്നുന്നെങ്കിൽ അങ്ങനെ തോന്നിക്കോട്ടെ. ഞാൻ 20-ാം തീയതി രാവിലെ 7:08 മണിയായപ്പോൾ ഞാൻ അവിടെ എത്തി. ഞാൻ അതിന് മുമ്പ് ഒരു ദിവസം പോയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ തിരക്കുകൾ ഉണ്ടായിരുന്നുണ്ട്. 20-ാം തീയതി രാവിലെ അവിടെ ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ എത്തുന്നത്. അന്നേരമാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം നേരിൽ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ട പല കാര്യങ്ങളും ഞാൻ ഡോക്ടർ അച്ഛനോടും, അതായത് ഈ മരുമകൻ KP-യുടെ മരുമകൻ അച്ഛൻ അദ്ദേഹത്തോടും സാമുവൽ ബിഷപ്പിനോടും ഞാൻ അവിടെ എനിക്ക് സാമുവിന്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും എനിക്കറിയാൻ താല്പര്യമില്ല. അതല്ല ഇവിടുത്തെ ഇഷ്യൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട റിലവന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ നമുക്ക് പറയാം. പേഴ്സണൽ കാര്യമല്ല, ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങൾ അവരോട് പറയുകയും അവരത് കറക്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അതിനകത്ത് അങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻസ് ബ്ലസ്സിയും ചെയ്ത് കാണും, ഇവരൊക്കെ ചെയ്ത് കാണും. പ്രത്യേകിച്ച് ബ്ലസ്സി അവിടെ നിങ്ങളുടെ ഉദ്ദേശം എന്താ? നിങ്ങളുടെ ഇപ്പോഴത്തെ ടാസ്ക് എന്താണ്? ബ്ലസ്സിയും പ്രശാന്ത് മാധവനും മാത്രമല്ല നിങ്ങളെ പോലുള്ള ഒത്തിരി പേരും അതിലെ വഴിയെ പോരും എല്ലാം ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുക എന്നുള്ളതാണോ അതിന്റെ ഉദ്ദേശം? ഒട്ടുമല്ല. നിങ്ങൾ നിരന്തരം KP ഏതോ മഹാകള്ളനാണെന്ന് നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണ്? ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റെന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. KP യോഹന്നാൻ ഞാൻ പറഞ്ഞ തെറ്റായിട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓരോന്ന് പറയാം, ഞാൻ മറുപടി പറയാം, തെളിവും തരാം. പറ. നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് നെഗറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ സ്പെസിഫിക്. ഞാൻ പറഞ്ഞതിനകത്ത് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ നെഗറ്റീവായിട്ട് പറഞ്ഞ പോയിന്റ് 1, 2, 1 പറ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് വളരെ ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് കൊല്ലപ്പെട്ടതല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിനാണ്
കൊലപാതകമാണെന്ന് അത് വാഹനാപകടത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ആരാണെന്നുള്ളതാണ് അത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. പക്ഷേ ഒന്നത് അല്ല, ഞാൻ അതാ ചോദിച്ചത്, KP യോഹന്നാൻ ആത്മഹത്യ ചെയ്തതാണോ? ആത്മഹത്യ ചെയ്തതാണോ അല്ലയോ എന്താണെങ്കിലും അല്ല, നിങ്ങൾ പറയോ KP യോഹന്നാൻ ആത്മഹത്യ? ഒന്നെങ്കിൽ അത് ആത്മഹത്യ ചെയ്യണം, വണ്ടിയുടെ മുന്നിൽ പോയി എടുത്ത് ചാടണം, അങ്ങനെയാണോ? സുനിൽ ബ്രദറെ, ഈ സുനിൽ ബ്രദറിന്റെ എന്റെ സുഹൃത്തെ, നിങ്ങൾ പറ, ഒന്നെങ്കിൽ പുള്ളി പോയി അങ്ങോട്ട് വണ്ടിയുടെ മുന്നിൽ പോയി എടുത്ത് ചാടണം, അല്ലെ പുള്ളി വന്നിരിക്കണം. എങ്ങനെയാ സംഭവിച്ചത്? ഇത് നമ്മൾ രണ്ടും കണ്ടവരല്ലല്ലോ. നമ്മൾ രണ്ടും അത് പോലീസ് അന്വേഷിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ ഇന്നാരാണ് കൊന്നതെന്ന് ഞാൻ പറയുന്നുണ്ടോ? അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് ഒരു അപകടം മരണം. അല്ലാതെ എന്റെ സുഹൃത്തെ സാമേ, നിങ്ങൾ എന്നെ അമേരിക്കയിലെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിൽ പറ. അല്ല, നമ്മൾ സംസാരിക്കുന്ന വിഷയം പറഞ്ഞു. അമേരിക്കയിൽ ഒരു അപകട മരണം നടന്നാൽ അമേരിക്കൻ പോലീസിന്റെ മേൽ സ്വാധീനം ചെലുത്തി ഇവിടെ കേരള പോലീസിന്റെ കൈകാര്യം ചെയ്യുന്നത് പോലെ അമേരിക്കൻ പോലീസിനെ കൈകാര്യം ചെയ്തത് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും എന്ന് സുനിൽ ബ്രദർ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ വിശ്വാസം പോട്ടെ, നിങ്ങൾ പറ. നിങ്ങൾ അല്ലെ ആ സഭയുടെ വക്താക്കളുടെ ചുമതലയാണ്. അതായത് അത് അതിനകത്ത് സംശയമില്ലാത്ത ഒറ്റ കാര്യമുള്ളൂ, ഇതിനകത്ത് സഭയ്ക്ക് സംശയമില്ലാത്തത് എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സംശയമില്ലാത്തത് അമേരിക്കൻ പോലീസ് അതിന്മേൽ അന്വേഷണം നടത്തി അവർക്ക് റിപ്പോർട്ട് കൊടുത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവര് എന്ത് റിപ്പോർട്ട് കൊടുത്തു? ഇതുവരെ എന്ത് റിപ്പോർട്ടാണ് വന്നേക്കുന്നത്? അവർ ഒരു സഭയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ടിനെ ആരാ വണ്ടി ഇടിച്ചാരാ? ഡ്രൈവറെ പിടികൂടിയെന്നും അദ്ദേഹത്തെ ഡ്രൈവറെ പിടികൂടിയെങ്കിൽ ഡ്രൈവറുടെ പേരെന്താണ്? എന്ത് വണ്ടിയായിരുന്നു? ആളാരാന്നറിയാമോ? ബ്രദറിനറിയാമോ? എനിക്കറിയാൻ വേത്തോണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ അവിടുത്തെ എല്ലാം ആണല്ലോ, നിങ്ങൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ പറ. ഞാൻ അവിടുത്തെ ആരുമല്ല. അവിടുത്തെ ഡ്രൈവറിന്റെ അല്ലല്ല, ഈ ഡ്രൈവറിന്റെ പേരോ നാളോ ഒന്നും അല്ലല്ലോ. അതിനെ പിടിച്ചത് അമേരിക്കൻ പോലീസ് അല്ലേ? അമേരിക്കൻ അതാ പറഞ്ഞത്. അത് പുറത്തു വന്നിട്ടുണ്ടോ? അത് അമേരിക്കൻ പോലീസിനെ അല്ലേ നിങ്ങൾ വിളിച്ചു ചോദിക്കുന്നത്? നിങ്ങൾ എന്നെ വിളിച്ചു ചോദിക്കുന്നതിന് പകരം നിങ്ങൾ ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ മക്കളെയോ ഈ സഭയുടെ വക്താക്കളെയോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്താ സംശയമില്ലാത്തന്നല്ലേ ചോദിക്കണ്ട? എന്നോട് ഇങ്ങനെ ചോദിക്കുന്നതിനേക്കാൾ നല്ലത്. ഞങ്ങളത് സംബന്ധിച്ച് ഇതിന് സംശയിക്കേണ്ട കാരണങ്ങളൊന്നുമില്ല എന്ന ചർച്ചകൾ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും അതിനകത്ത് സംശയിക്കേണ്ട എലമെന്റ് ഉണ്ടെങ്കിൽ ബ്രദറെ, ദയവായി അങ്ങേക്ക് അമേരിക്കൻ പോലീസിന്റെ മേൽ ഒരു കേസ് ഫയൽ ചെയ്യാമല്ലോ. എനിക്കോ? ഞാനാണോ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ചെയ്യാമല്ലോ. ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഇവരുടെ മക്കൾക്കും ഇവരുടെ സഭയ്ക്കും എന്തുകൊണ്ട് ഒന്നെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഇതാ അപകടം നടത്തുന്നത് ഇന്നാരുടെ വണ്ടിയാണ്, അത് ഇന്ന രീതിയിൽ അബദ്ധത്തിൽ സംഭവിച്ച എന്തെങ്കിലും സാധനം പറയാൻ പറ്റുന്നുണ്ടോ? ഇതൊന്നും വെളിവാകാത്ത സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് അതിനകത്തൊരു അന്വേഷിക്കണമെന്നേലും പറയണ്ട. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ ഔട്ട്കം എന്തെങ്കിലും ആയിക്കോട്ടെ, അന്വേഷിക്കണേ. നമ്മൾ ഉള്ളൂ. സുനിൽ ബ്രദറെ, ഈ പറഞ്ഞ സിജോ പന്തപ്പള്ളി അച്ഛനെ മാറ്റി നിർത്തിയാൽ KP യോഹന്നാൻ ബിഷപ്പിന്റെ ഏറ്റവും അടുത്ത ബന്ധുബലമുള്ള വളരെ ശക്തമായ ഒരു കുടുംബാംഗങ്ങളിൽ തന്നെ നല്ലൊരു വിഭാഗം ഈ ബിലീവേഴ്സ് സഭയുടെ പല സ്ഥാപനങ്ങളുടെ മേധാവികളായിരിക്കുന്നുണ്ട്. ഞങ്ങളൊരു കാര്യം ചോട്ടെ, ഇന്നലത്തെ ശോവടക്കിന് ഈ KP യോഹന്നാന്റെ സ്വന്തം ജ്യേഷ്ഠൻ KP പുന്നൂസും ജീവനോട്ടിരിക്കുന്ന രണ്ടുപേരും ആ കോമ്പൗണ്ടിൽ വന്നായിരുന്നോ? വന്ന് കാണും, വന്ന് കാണുമെന്നോ? എവിടെ വന്നു കണ്ടു? എവിടെ വന്നു? ഉറപ്പായിട്ടും അവരവിടെ ഇല്ലായിരുന്നു. നിങ്ങൾക്ക് അറിയാമോ? അവിടെ ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അറിയത്തില്ല. നിങ്ങൾ അത് അന്വേഷിക്കണ്ടേ? നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാവുന്ന ആൾ എന്തുകൊണ്ടാണ് അവർ കയറാൻ പറ്റാഞ്ഞത്? അവർക്ക് കുടുംബാംഗങ്ങൾ തമ്മിൽ അവർക്ക് ആ കോമ്പൗണ്ടിൽ കയറാൻ പാടില്ല എന്ന് ഓർഡർ മേടിച്ചാരാ? ഈ പറയുന്ന വ്യക്തികൾ കോമ്പൗണ്ടിൽ കയറാൻ പാടില്ലെന്ന് ഓർഡർ മേടിച്ച വ്യക്തി ആരാ? സഹോദര സുനിൽ ബ്രദറെ, നിങ്ങളിപ്പോ നിങ്ങളോട് എന്നെ വിളിക്കാൻ പറഞ്ഞ വ്യക്തി തന്നെ സിജോ പന്തപ്പള്ളി എന്ന് പറയുന്ന വ്യക്തിയാണ് ഓർഡർ ഓഫ് പ്രൊട്ടക്ഷൻ മേടിച്ച് അവർ ആ കോമ്പൗണ്ടിൽ കയറാൻ പാടില്ലെന്ന് പറയുന്നത്. സുനിൽ ബ്രദറെ, ഇപ്പൊ ഈ സുനിൽ ബ്രദർ പറഞ്ഞതിനകത്ത് സുനിൽ ബ്രദറിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് ഇപ്പം താങ്കളെ സിജോ പന്തപ്പള്ളി അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ താങ്കളെ വിളിക്കുന്നു എന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത്തരത്തിലുള്ള സംശയങ്ങളാണ് സുനിൽ ബ്രദറിന്റെ മൊത്തം. സിജോ പന്തപ്പള്ളി അച്ഛൻ ഞാൻ എല്ലാ ശവസംസ്കാര ശുശ്രൂഷയും കഴിഞ്ഞ് അവസാനം കബറിങ്കൽ കുന്തിരിക്കവും ഇട്ട് തിരിഞ്ഞു പോരാൻ നേരമാണ് സത്യത്തിൽ ഞാൻ സിജോ അച്ഛനെ അടുത്ത് കാണാൻ കിട്ടിയത്. പുള്ളി ഒന്ന് സ്വസ്ഥമായി നിൽക്കുന്നത് കണ്ടത്. അന്നേരം ഞാൻ ചെന്ന് ഒന്ന് കയ്യിൽ പിടിച്ചു, പരസ്പരം കണ്ണിൽ നോക്കി പോന്നു എന്നുള്ളതല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു വാക്കുപോലും ഉരിയാടിയിട്ടില്ല. ഈ കഴിഞ്ഞ നിങ്ങൾ എന്നോട് തുടക്കത്തിൽ ഞാൻ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ നമ്മുടെ സംഭാഷണ തുടക്കത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുക. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പേര് പോലും അറിയത്തില്ല എന്ന് എന്നോട് ഭാവിച്ചത് അല്ലേ? അറിയത്തില്ല. സിജോ പന്തപ്പള്ളിയുടെ പേര് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ പേരോ ഒരാളുടെയും പേര് ഇതിനകത്തിലേക്ക് വലിച്ചിഴക്കേണ്ടതില്ല എന്ന താല്പര്യത്തിലാണ് ഞാൻ. അല്ല, അങ്ങനെ നിർദ്ദേശം ഉണ്ടായിരുന്നു ആരുടെയും? അതൊക്കെ താങ്കളുടെ സംശയമാണ്. അല്ല, സംശയമല്ലെന്ന് ഞാൻ അത് സംശയമല്ല, ഞാൻ പ്രകടിപ്പിച്ചിരിക്കുന്ന സംശയമെല്ലാം സത്യമായിട്ടാണ് വന്നിരിക്കുന്നത്.
അല്ലെന്ന് നിങ്ങൾ അതിൽ പറഞ്ഞ പറ. സുനിൽ ബ്രദർ ഇപ്പൊ പ്രചരിപ്പിച്ചിരിക്കുന്ന എന്റെ മേൽ ഇപ്പോൾ നടത്തുന്ന സംശയത്തിന് ഒരു അടിസ്ഥാനവുമില്ല. ഇനി എന്നെ ഞാൻ പറട്ടെ, അത് നിങ്ങളും ഞാനുമായിട്ടുള്ള എലമെന്റ് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്നെ വിളിച്ചാൽ പറഞ്ഞു ഒന്ന്, ഈ കെ പി യോഹനാനെതിരെ i2 ന്യൂസ് കൊടുത്ത വാക്കുകളിലെ തെറ്റായ അല്ലെങ്കിൽ ഞങ്ങൾ തെറ്റായി എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറ. എന്റെ പൊന്നു സുനിൽ ബ്രദറെ, നിങ്ങൾ കൊടുത്ത 90% വാർത്തകളും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറ. അതിൽ നിങ്ങൾ ഓരോന്ന് പറ. അല്ല, ഞാൻ നിങ്ങളുടെ വാർത്ത ഈ ഇത്തരം വാർത്തകൾ ആദ്യാവസാനം ഡീറ്റെയിൽഡ് ആയിട്ട് കേൾക്കുന്ന ഒരാളല്ല ഞാൻ. ഇതിനകത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ ഇത്രയും സമയം എടുത്ത പിന്നെ എന്നെ എന്തുകൊണ്ടാണ് വിളിച്ചത്? പിന്നെ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു. കാരണം എന്തുകൊണ്ട് അതാ പറഞ്ഞ നിങ്ങൾക്ക് സങ്കടം തോന്നിയ ഞാൻ i2 ന്യൂസ് നൽകിയ തെറ്റായ വാർത്തകൾ പറയാൻ ഞാൻ ഇപ്പൊ ഇത് പ്രൂവ് ചെയ്യാം. ഞാനത് ചെയ്തതിന്റെ ഞാൻ എല്ലാ വിശദാംശം ഇപ്പൊ തന്നെ എക്സ്റ്റംപോറായിട്ട് ഞാൻ തരാം. ബ്രദറെ, ഒരു 2 മിനിറ്റ് ഒന്ന് ഇടപെടാതിരിക്കൂ. അതായത് നിങ്ങൾ ഈ പറയുന്ന പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ആ മനുഷ്യന് ഉണ്ടായേക്കാം. മനുഷ്യന്മാരാരും പൂർണ്ണരല്ല. എന്നാൽ ഒരു മനുഷ്യന് തന്റെ ആയുസ്സിൽ ചെയ്യാൻ കഴിയുന്നതിന്റെ അപ്പുറമുള്ള നന്മകൾ ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. 100 കണക്കിന് 1000 കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട്. 1000 കുടുംബങ്ങളിലേക്ക് അദ്ദേഹം വെളിച്ചം എത്തിച്ചിട്ടുണ്ട്, ജീവന്റെ വെളിച്ചം എത്തിച്ചിട്ടുണ്ട്. 1000 കുടുംബങ്ങൾക്ക് അദ്ദേഹം ശമ്പളം നൽകുന്നുണ്ട്. അദ്ദേഹം ഒരു തൊഴിൽദാതാവാണ്. കേരളത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ സഭാംഗങ്ങളല്ലാത്ത 100 മലയാളികൾക്ക് ശമ്പളം നൽകുന്ന ഒരു മനുഷ്യനായിരുന്നു അത്. താങ്കൾക്ക് മാസശമ്പളം ലഭിക്കുന്നുണ്ടായിരുന്നോ പുള്ളിയിൽ നിന്നും? എനിക്ക് മാസശമ്പളം ലഭിക്കുന്നുണ്ട്. ഞാൻ ചെയ്ത പണിക്ക്, ഞാൻ ചെയ്തു കൊടുത്ത ജോലിക്ക് എനിക്ക് അറിയാവുന്ന പുറത്ത് പറയാൻ പറ്റാവുന്നതാണ്. താങ്കൾ ചെയ്തു കൊടുത്ത പണി എന്തായിരുന്നു പുള്ളിക്ക്? എന്റെ പുള്ളി മാധ്യമപ്രവർത്തനം പറഞ്ഞ് അവരെ സംബന്ധിച്ചുള്ള അവർക്കൊരു മാധ്യമം ഉണ്ടായിട്ട് എനിക്കറിയത്തില്ല. താങ്കൾ അന്നേരം ചെയ്യുന്ന പുള്ളിയുടെ PR വർക്ക് എന്തായിരുന്നു? പുള്ളിയുടെ താങ്കൾ നൽകുന്ന സർവീസ് എന്തായിരുന്നു? ഇല്ലില്ല, ഞാൻ ചെയ്തതും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഇവിടുത്തെ വിഷയമേ അല്ല. ഇല്ലില്ല, ഞാൻ ഇവിടെ ഒരു വിഷയമേ അല്ല. ഞാനൊരു പുറത്തു നിന്നുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അങ്ങ് അദ്ദേഹത്തിന്റെ മേൽ ആരോപിക്കുന്ന 99 നിങ്ങൾ അത്രയും പുള്ളിയെ കുറിച്ച് പറഞ്ഞു. ഒരു സെക്കൻഡ് ഞാൻ കേട്ടെ. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കെ പി യോഹന്നാന് വന്ന ഈ ഫണ്ട് എങ്ങനെ വന്ന ഫണ്ടുകളാണ്? എങ്ങനെ വന്ന ഫണ്ടാണെങ്കിലും സുനിൽ ബ്രദറിന് ഫണ്ട് വരാൻ, എന്തെങ്കിലും ഒരു പ്രോജക്ട് ചെയ്ത് അതിന് മേൽ ഫണ്ട് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത സുനിൽ ബ്രദർ ഉപയോഗിക്കത്തില്ലേ? എനിക്കിപ്പം ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ ആ ചോദ്യം നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ ഉപയോഗിക്കുമോ? ഉപയോഗിക്കും, ഉറപ്പായിട്ട് ഉപയോഗിക്കും. പിന്നെ ഈ ആത്മീയത എന്ന് ഞാൻ പറഞ്ഞില്ല, അത് നമുക്ക് പലതരത്തിൽ ചെയ്യാം. നമുക്ക് മയക്കുമരുന്ന് കച്ചവടം നടത്താം, സ്വർണ്ണ സ്മഗ്ലിംഗ് നടത്താം, കുഴൽപ്പണക്കടത്ത് നടത്താം, മനുഷ്യക്കടത്ത് നടത്താം, അവയവ കച്ചവടം നടത്താം, എല്ലാം ചെയ്യാം. അത് നല്ല ലാഭകരമാണ്. എങ്ങനെ വേണം ചെയ്യാം, പിടിക്കപ്പെടരുന്നേ ഉള്ളൂ. എന്നാൽ ആത്മീയത എന്ന് പറഞ്ഞ് ആത്മീയതയുടെ മൂടുപടം അണിഞ്ഞ് യേശുയെ ക്രൈസ്തവവൽക്കരിക്കുക എന്ന ഒരു ടാസ്കും പറഞ്ഞ് ഇവിടുത്തെ ജനങ്ങളുടെ ദാരിദ്ര്യവും ദുഃഖവും ബുദ്ധിമുട്ടും പറഞ്ഞ് ഈ തരത്തിൽ ജനങ്ങളുടെ, അറിയാമല്ലോ, വിദേശ രാജ്യങ്ങളിലുള്ള ക്രൈസ്തവരായിട്ടുള്ള ജനങ്ങൾ അവർ വിശ്വാസം അർപ്പിച്ച് നടത്തിയ അവരുടെ ദശാംശവും അവരുടെ കോൺട്രിബ്യൂഷനും മേടിച്ച് ഈ പൈസ പറഞ്ഞൊന്നും കെ പി യോഹന്നാന്റെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നോ വന്ന പൈസ അല്ലല്ലോ. ഇറ്റ്സ് എ പബ്ലിക് മണി. ഇത് പബ്ലിക് മണി പല പർപ്പസിലൂടെ വന്ന ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം എസ്റ്റേറ്റുകൾ വാങ്ങിക്കൂട്ടുകയും ഇദ്ദേഹം ഇതുതരത്തിലുള്ള മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും സർക്കാർ തന്നെ, കേന്ദ്ര സർക്കാർ ഏജൻസികൾ തന്നെ ഇദ്ദേഹത്തിന്റെ കള്ളപ്പണം പിടിക്കുകയും അത്തരത്തിലുള്ള പലതരത്തിലുള്ള ഇടപാടുകളും നടത്തിയ വ്യക്തിയാണ് ഇദ്ദേഹം. ഇല്ലേ? ഇദ്ദേഹം ഡൽഹിയിൽ പോയപ്പം ഇദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാമോ? ഡൽഹിയില് BJP നേതാക്കളെ കാണാൻ പോയപ്പോഴത്തേക്കും ഇദ്ദേഹം ജുബയും ഷർട്ടും ഇട്ടത് കുപ്പായധാരി അല്ലാത്തത് കൊണ്ട് ഇയാളെ കേട്ടാന്ന് അനുവദിച്ചില്ല. അന്ന് കപിൽ സിബലിനെ പോലുള്ള സീനിയർ ആയിട്ടുള്ള വക്കീലാണ് ഇദ്ദേഹത്തോട് ഉപദേശിച്ചത്, ഇത് സേഫ് ആകണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പരിവർത്തനം, നിങ്ങളുടെ സഭയ്ക്കൊരു നിങ്ങൾക്കൊരു ഈ നിങ്ങളുടെ സ്വത്തുക്കൾക്ക് ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഈ പറയുന്ന ഒരു ചട്ടക്കൂട്ടിൽ നിന്ന് മാറി ഒരു പൗരോഹിത്യ സഭ എന്ന ഒരു സെറ്റപ്പിലേക്ക് വരണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇദ്ദേഹം ഇത് വന്നത്. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്റെ ചോദ്യം അതുകൊണ്ട് എന്താണ് സുനിൽ ബ്രദറിന് എന്താണ് കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ലേ? നിങ്ങൾ മാധ്യമപ്രവർത്തകനല്ലേ പറഞ്ഞത്? നിങ്ങൾ ഇപ്പോൾ ഒരു മിസ്അപ്രോപ്രിയേഷൻ, അതായത് നിങ്ങൾ ഇവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടി കാണിച്ച് ഇവിടുത്തെ ദുരിതവും രോഗവും ഇവിടുത്തെ സ്ത്രീകളുടെ എംപവർമെന്റും കുട്ടികളുടെ ദാരിദ്ര്യം അകറ്റാനാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഫണ്ട് മേടിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങൾ എസ്റ്റേറ്റ് വഴി നിങ്ങൾ അയന ചാരിറ്റബിൾ ട്രസ്റ്റ് വെക്കുകയും സർക്കാരുമായിട്ട് കള്ളക്കമ്പട്ടം നടത്തിയിട്ട് ആ മറ്റേ കുത്തകപ്പാട്ട ഭൂമി കുറഞ്ഞ വിലയ്ക്ക് മേടിച്ചിട്ട് സർക്കാരിന് വിൽക്കാൻ ശ്രമിക്കുകയും
ഇങ്ങനെയുള്ള റിയൽ എസ്റ്റേറ്റ് പണി നടത്തുന്നത് നിങ്ങൾ ന്യായീകരിക്കും. ഏതെങ്കിലും നിയമ എന്നിട്ട് ചോദിക്കുന്നവരോട് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എടുത്തിട്ടാണോ ഞാൻ ചെല്ലുന്നതാണോ ചോദിക്കേണ്ടത്? കേൾക്കോ ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ഞാൻ ന്യായീകരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനം അല്ല, നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ന്യായീകരിക്കാൻ നിങ്ങൾ ആരാണ്? കേക്കൂ എന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനം നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ നിയമ സംവിധാനം, ഇവിടുത്തെ ഭരണ സംവിധാനം നിങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കൂ. അല്ല, നിങ്ങൾ മാധ്യമപ്രവർത്തനമല്ലേ പറഞ്ഞേ? നിങ്ങൾക്ക് തോന്നാത്ത എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഈ ഓശാന പാടാൻ വേണ്ടി ഇറങ്ങുന്നത് എന്തിനു വേണ്ടി ഞാൻ ചോദിക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കകത്തൊന്നും അങ്ങയോട് തർക്കിക്കാനോ അല്ലല്ല, നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ഒരു മാധ്യമപ്രവർത്തന നിലയ്ക്ക് നിങ്ങൾ അത് ചോദിക്കാതെ ഇത് ചോദ്യം ചെയ്യുന്ന എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ഉള്ള മോട്ടീവ് എന്താണ്? അതിനുള്ള പ്രയോജനം എന്താണ്? അതിനുള്ള നിങ്ങളുടെ നിയമവിരുദ്ധമായ ഒരു കാര്യങ്ങളും നിങ്ങൾ ചോദ്യം ചെയ്യുന്നതിനെ ഞാൻ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്താണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്? എന്താണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്? നിങ്ങൾ അദ്ദേഹം ഏതോ പാതകം ആണ്, അദ്ദേഹം എന്തൊക്കെയോ ഒരു മഹാദുഷ്ടനായിരുന്നു, അദ്ദേഹം നിങ്ങൾ എവിടെ കണ്ടത് ഇദ്ദേഹം ദുഷ്ടനാണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത്? എന്റെ സുനിൽ ബ്രദറെ, അല്ല, ഞാൻ ഇത്രയും വാർത്ത ഇദ്ദേഹത്തെ കൊടുത്തത് ഇദ്ദേഹം ഒരു ദുഷ്ടനാണ്, വഞ്ചകൻ പറഞ്ഞിരിക്കുന്നത് എവിടെ പറഞ്ഞേക്കുന്നത്? ഏത് വാർത്തയിലാണ് പറഞ്ഞിരിക്കുന്നത്? അങ്ങയുടെ എല്ലാ വീഡിയോസിനകത്തും അങ്ങ് ഉപയോഗിക്കുന്ന അങ്ങയുടെ ബോഡി ലാംഗ്വേജും അങ്ങയുടെ ഭാഷയും ഇത് ഏതോ കൊള്ളരുതാത്ത ഒരുത്തൻ ചത്തുപോയി എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള ഭാഷാ പ്രയോഗം അല്ല, ഒരിക്കലും അല്ല. നിങ്ങളൊരു കാര്യം പറയുക, ഒന്ന് ഈ ക്രിസ്തുവിന്റെ വചനം, അതായത് ഒരു സെക്കൻഡ്, ക്രിസ്തുവിന്റെ വചനം എടുത്തുകൊണ്ട് ക്രൈസ്തവരെ മൊത്തം അപമാനിച്ച കോലം കെട്ടിച്ച ഈ മനുഷ്യൻ, അതായത് ക്രിസ്തുവിനെ വചനം വിറ്റ് ക്രിസ്തുവിനെ മറയാക്കി ഈ കള്ളക്കമ്മട്ടവും ഈ നടത്തി ഈ കോലവും കെട്ടി ഈ പ്രാകൃത വേഷവും കെട്ടി നടന്ന് ഈ പറയുന്ന കുറെ ആളുകളെ ഇവരുടെ അനുയായികളാണെന്ന് പറഞ്ഞ് ഈ കാണിച്ചു കൂട്ടിയ നാടകങ്ങളും ഒരു സിനിമാക്കാരനെ വെച്ച് നടത്തിയ ഡയറക്ഷൻസും ഈ വെച്ച് നടത്തിയത് ഈ പരിപാടിയും കാണിച്ച് ആ ശവവും വെച്ച് കെട്ടി 10-13 ദിവസം നടത്തിയ ഈ കോലാഹലം കാണുമ്പം എന്താ സുഹൃത്തെ പറയുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ അയാളുടെ പൈസ മേടിച്ചത് ജീവിക്കുന്നവനോ അല്ലെ നിങ്ങൾക്ക് പണി കിട്ടുന്നതിന് പൈസ കിട്ടുന്നോ നിങ്ങൾ അയാളെ സ്തുതിച്ചോളൂ. ഞാൻ എന്തിനു സ്തുതിക്കണം? സുനിൽ ബ്രദറെ, നിങ്ങൾ ഈ പറഞ്ഞതിനകത്തിലെ പല പ്രയോഗങ്ങൾ, ഒന്ന് അമേരിക്കയിൽ നടന്ന ഒരു മരണം, മരണം എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? നിങ്ങൾക്ക് അതിന്റെ ഇതൊരു നാച്ചുറൽ ഡെത്ത് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എങ്ങനെ പറയാൻ പറ്റും? സുനിൽ ബ്രദറെ, അമേരിക്കയിൽ ഒരു മനുഷ്യന് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മൃതശരീരം ഈ നാട്ടിൽ എത്തിക്കണമെങ്കിൽ സ്വാഭാവികമായി അതിനുണ്ടാകുന്ന കാലതാമസം ഉണ്ട്. അല്ലാതെ അദ്ദേഹത്തിന്റെ മൃതശരീരം 13 ദിവസം വെച്ച് എന്തു കോലം കെട്ടിയെന്നാ താങ്കൾ പറയുന്നത്? അല്ല, മൃതശരീരം എന്നാ വിട്ട് കിട്ടിയത്? അതേ എന്നാ മരിച്ചത്? എന്ന് വിട്ട് കിട്ടിയാലും അല്ലല്ല, ഉരുളാതെ സുഹൃത്തെ, നിങ്ങൾ മാധ്യമപ്രവർത്തനം അവരുടെ കൂടെ ഇരിക്കുന്ന വിഷയം അതേ എന്നാ മരിച്ചത്? ഞാൻ ദയവായിട്ട് അല്ലല്ല, ഇതുപോലെ നിങ്ങൾ അറിയാതെ എന്നോട് നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? അദ്ദേഹം മരിച്ചതെന്നാ? കേൾക്കൂ സുനിൽ ബ്രദറെ, അല്ലല്ല, KP യോഹന്നാൻ മരിച്ചതെന്നാ? ഇല്ല, നമ്മളിത് ക്രോസ് വിസ്താരമല്ല സുനിൽ ബ്രദറെ. നിങ്ങൾ പറയുന്ന കാര്യം പ്രത്യേകിച്ച് നിങ്ങൾ അവരോടൊക്കെ പറയണം. നിങ്ങൾ നമ്മളെ പോലുള്ളവർക്ക് വിളിക്കാൻ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും വിളിക്കണം. ഇല്ല സുനിൽ ബ്രദറെ, നിങ്ങൾ മരിച്ചത് ഈ മാസമാണ് മരിച്ചതെന്നറിയോ? പുള്ളി എന്നാ മരിച്ചത് നിങ്ങൾക്ക് അറിയാം? എന്നാ മരിച്ചത്? പുള്ളി മരിച്ചതോ ഡേറ്റോ ഇതൊന്നും വെച്ച് ക്രോസ് വിസ്താരം നടത്തി അതിനകത്തിലെ അതൊന്നുമല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ സാധനമല്ല ഞാൻ അങ്ങോട്ട് കേട്ടോണം, നിങ്ങൾ അത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ അവർക്ക് കൊടുക്കണം. അതല്ലേ അത് നിങ്ങളുടെ പരിപാടി? ഒന്നുമില്ല. ദൃശ്യം ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല. നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും, ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല. നമ്മൾ ദൃശ്യം സിനിമ കളിക്കുകയല്ലോ. ഇത് എന്ന് മരിച്ചു എപ്പം മരിച്ചു എന്നുള്ളതല്ല. ദൃശ്യം കളിച്ച സിനിമ കളിച്ച ആരാ? ദൃശ്യം സിനിമയുടെ ഡയറക്ടറെ വെച്ചത് നല്ല ദൃശ്യം അവസാന ദൃശ്യം പെർഫെക്റ്റ് ആക്കിയതാരാ? ഇതൊക്കെ നമുക്കൊരാളോട് വിദ്വേഷമുണ്ടെങ്കിൽ എന്തിനു വിദ്വേഷം? അയാൾ എന്റെ മുഞ്ചൻ ശത്രു, അയാൾ എന്റെ മോട്ടിച്ചിട്ടുണ്ടോ? അയാൾ എന്റെ പൈസ ഒന്നും കൊണ്ടുണ്ട്, അയാൾ എന്റെ ശത്രു അല്ലല്ലോ. അതാണ് എന്റെ ചോദ്യം. നിങ്ങൾ ഈ ന്യായീകരിക്കുന്നതിന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ അയാളെ വ്യക്തമായിട്ട് അറിയാം, നിങ്ങൾ പണി ചെയ്തേക്കുന്ന പണിക്ക് പൈസ തന്നിട്ടുണ്ട്, നിങ്ങൾ അത്രയും ബന്ധം ഉണ്ടായിരുന്നു പറഞ്ഞു. ആ സ്നേഹം നിങ്ങൾ അയാളുടെ അടുത്ത് കാണിക്കുക. എന്നെ ഉപദേശിക്കാനോ എന്നെ കറക്റ്റ് ചെയ്യാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇതുണ്ടാവണം. നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളോട് എനിക്ക് വളരെ സന്തോഷവും നിങ്ങൾ പുറത്ത് കൊണ്ടുവരുന്ന വാർത്തകളോട് ഞാൻ യോജിക്കുകയും ചെയ്യുന്നു. അതല്ല, അങ്ങനെ നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ എനിക്കൊരു പോസിറ്റീവ് ഒരു അപ്രോച്ച് ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ വേറെ ഏതെങ്കിലും ഞാൻ ഷാജൻ സ്കറിയായി വിളിച്ചൊന്നും സംസാരിക്കത്തില്ല, അല്ലെങ്കിൽ അതേപോലെ കർമ്മ ന്യൂസുകാരനെ വിളിച്ചിട്ട് ഞാൻ സംസാരിക്കത്തില്ല. പക്ഷെ നിങ്ങൾ കൂടുതലും സഭാ സംബന്ധമായ ആത്മീയ
സംബന്ധമായ കാര്യങ്ങൾക്കകത്താണ് സുനിൽ ബ്രദർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ സുനിൽ ബ്രദറിനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞ KP യോഹന്നാൻ അദ്ദേഹം സാധുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പങ്ക് വെച്ചിട്ട് അദ്ദേഹം അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും അതിനു വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ചെയ്യാനൊക്കെ ഉപയോഗിച്ച് കാണും. അതവിടെ നിൽക്കട്ടെ, അതല്ല എന്റെ ചോദ്യം. സുനിൽ ബ്രദറിന്റെ ആയുസിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹം തോന്നുകയോ ഇറങ്ങിത്തിരിക്കുകയോ സാധുക്കളെ സഹായിക്കാൻ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനോ സുനിൽ ബ്രദറിന് തോന്നിയിട്ടുണ്ടോ? എന്നോട് ആ ചോദ്യം ചോദിക്കാൻ ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്റെ പണി അതല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ സുവിശേഷ കച്ചവടം നടത്തി വചനം വിറ്റ് ഞാൻ ഈ കോലക്കേട് ഞാൻ ജുബ ഇട്ടുകൊണ്ട് നടന്നിട്ട് അവസാനം കൈ കാശ് വരുമ്പോഴത്തേക്കും കുപ്പായോ വിട്ട് ഞാൻ പെണ്ണും കെട്ടി മക്കളെ ഉണ്ടാക്കി അവരെ നല്ല സ്ഥലത്താക്കി ഈ പണി നടത്തിയിട്ട് എന്റെ പണി അതല്ല. 100 രൂപ ഞാൻ വല്ലവനുമാണെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് 90 രൂപ അമുക്കി എന്റെ പോക്കറ്റ് ഇട്ട് 10 രൂപയ്ക്ക് ചാരിറ്റി പണി നടത്തുന്ന പണിയല്ല ഞാൻ ചെയ്യേണ്ടത്. ഞാൻ എന്റെ പണിയാണ്, ഞാൻ സത്യം വിളിച്ചു പറയാന്നുള്ള പണിയാണ് ഞാൻ ചെയ്യുന്നത്. KP യോഹന്നാൻ ആകാൻ വേണ്ടിയല്ല ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. അല്ല, സത്യം വിളിച്ചു നിങ്ങൾ അതിനകത്ത് എന്ത് ശ്രേഷ്ഠതയെ കാണുന്നത്? ഇല്ല, സത്യം വിളിച്ചു പറയാന്നുള്ള പണിയല്ല ഇപ്പം സുനിൽ ബ്രദർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ സത്യമല്ലാത്ത കാര്യം ഞാൻ പറയും. ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ ഇന്ന് ഇവിടെ പണി നിർത്തും. ഞാൻ പറഞ്ഞ് നിങ്ങളത് ഞാൻ ഇത്രയും പറഞ്ഞേക്കുന്നത് എന്റെ 9000 വീഡിയോസ് ഇതിനകത്ത് കിടപ്പുണ്ട്. ഇതിനകത്ത് സത്യമല്ലാത്ത ഒരു സാധനം നിങ്ങൾ പറയാം. ഞാൻ ചെയ്തേക്കുന്നതിനകത്ത് സത്യമല്ലാത്ത കാര്യം പറ. നിങ്ങൾ KP യോഹന്നാനെ കുറിച്ച് മുമ്പ് പറഞ്ഞ അദ്ദേഹം വസ്തു വാങ്ങിച്ചെന്നോ അദ്ദേഹം തിരിമറി കാണിച്ചെന്നോ അല്ലെങ്കിൽ ടാക്സ് സംബന്ധമായ പ്രശ്നം കാണിച്ചു, ഇതിനകത്തിലൊക്കെ സത്യം കാണാം. എനിക്ക് ഇതിനകത്തിലൊന്നും ഒരു ഡോക്യുമെന്റൽ എവിഡൻസ് ഇല്ല. എന്നാൽ നിങ്ങളിപ്പം KP യോഹന്നാനെ കുറിച്ച് അടച്ചാക്ഷേപിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ 99% സുനിൽ ബ്രദറിന്റെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഊഹാപോഹങ്ങൾ നിങ്ങൾ പറ. ഇന്നത്തെ ഊഹാപോഹങ്ങൾ ഏതാ? എല്ലാം ഈ ബ്ലസ്സിയാണ് ഇത് സംവിധാനം ചെയ്തതെന്നുള്ളത് ഊഹാപോഹമാണ്. ഷിജോ പറഞ്ഞിട്ടാണ് അവര് സമ്മതിക്കുന്നുണ്ട്. നീ എന്റെ സമയം നിങ്ങൾ അത് കാണുക. ചുമ്മാ ഈ ഞാൻ പറഞ്ഞില്ലേ, ബിലീവേഴ്സ് രാവിലെ ചെന്ന് നിങ്ങൾ അവർക്ക് നിങ്ങളുടെ പണി എന്നാന്നോ നിങ്ങളുടെ ടച്ച് എന്നാന്നോ എനിക്കറിയില്ല. നിങ്ങൾ അതിന്റെ നന്ദി അവിടെ എന്നോട് എന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചുമ്മാ എന്നെ നിങ്ങൾ അതിനുള്ള പ്രാപ്തിയാക്കണം, അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ എക്വിപ്റ്റ് ആക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വിളിക്കണം. ഇല്ല, ഞാൻ അങ്ങനെ ഒരു കൃത്യമായി ഓരോന്ന് ഖണ്ഡിക്കാൻ വേണ്ടി എല്ലാ ഡേറ്റാസും എടുത്തു പിന്നെ ചുമ്മാ തെറ്റിൽ ആരെല്ലാം വിളിച്ച് ഓർമ്മയുടെ ഒന്ന് വിളിച്ചവനെ ഒന്ന് വരട്ടേക്കെന്ന് പറയുമ്പോഴത്തേക്കും ആരെ വിളിക്കുന്നത് നിങ്ങളൊന്ന് ഓർക്കണം. ഞാൻ വിരട്ടാനല്ല വിളിച്ചത്. ആരെയാണെങ്കിലും നിങ്ങൾ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഊഹാപോഹത്തിൽ ഞാൻ ചോദിക്കുക, ഈ ഊഹാപോഹം ഈ സഭയ്ക്ക് എനിക്കെതിരെ ഒരു ഡിഫമേഷനോ അല്ലെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കാൻ ധൈര്യമുണ്ടോ സഭയ്ക്ക്? ഇതിവിടെ നിയമമുണ്ടല്ലോ, കൊടുക്കാവോ? എന്തിനാ സുനിൽ ബ്രദറെ നിങ്ങൾ എന്താ കൊടുക്കാൻ വയ്യാത്തത്? അതെങ്ങനെയാ കൊടുക്കാൻ വയ്യാത്തത്? ഞാനിപ്പോ പറയുന്നത് തെറ്റാത്താണ്. ഇവിടെ ഈ രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥയുണ്ട്. നിങ്ങൾ പറയുന്നത് തെറ്റായാലും ശരിയായാലും കേസ് കൊടുത്താലും കൊടുത്തില്ലേലും കേൾക്കേണ്ടവൻ കേട്ട് കഴിഞ്ഞിട്ടില്ലേ? അതല്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ തെറ്റായ കാര്യം പറഞ്ഞാൽ എന്നെ ഇവിടെ ശിക്ഷിക്കാൻ, എന്നെ ഇവിടെ ജയിലിലാക്കാനുള്ള നിയമമുണ്ടെന്ന്. ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആർക്കും കേസ് കൊടുക്കാം. നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാത്തത് ഇത് നിങ്ങളുടെ ഒരു വരുമാന മാർഗമാണ്. അത് കൊടുത്ത് നിങ്ങളുടെ ജീവിതം നിങ്ങളോട് പറഞ്ഞോ, നിങ്ങളാണോ എന്റെ വരുമാന മാർഗം തീരുമാനിക്കുന്നത്? പിന്നല്ലാതെ ഇതിനകത്ത് നിങ്ങൾക്ക് വരുമാനമില്ലേ? യൂട്യൂബിൽ നിങ്ങൾക്ക് വരുമാനമില്ല. എനിക്ക് KP യോഹന്നാനെ കളച്ചാണ് ഞാൻ വരുമാനം ഉണ്ടാക്കുന്നത്. യൂട്യൂബിൽ നിങ്ങൾക്ക് എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഞാൻ പല പണികൾ ചെയ്യുന്നുണ്ട്. എനിക്ക് പല വരുമാനങ്ങളും കാണും. നിങ്ങളെ ഇവിടുത്തെ KP യോഹന്നാന്റെ ഇഷ്യൂ ആണ് നിങ്ങൾ സംസാരിക്കുന്നത്. അല്ലല്ല, നിങ്ങൾക്ക് വ്യൂവർഷിപ്പ് കിട്ടുന്ന വിഷയങ്ങളാണ് ഞാൻ ഇന്നലെ തന്നെ എന്റെ അതാ പറഞ്ഞു. നിങ്ങൾ നമ്മൾ പറയുന്ന എക്സ്പ്ലനേഷൻസ് നിങ്ങൾ കാണുന്നില്ല. ഇന്നലത്തെ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു, KP യോഹന്നാന്റെ ഈ ഇഷ്യൂ സംബന്ധിച്ചുള്ള സാധനങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച്, നിങ്ങൾ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു സാമാന്യ ബോധം പോലും ഇല്ല. കാരണം ഇത്തരത്തിലുള്ള ഡെത്ത് സ്റ്റോറികൾ, ഇത്തരത്തിലുള്ള ഡെഡ് ബോഡികൾ അടക്കം കാണുന്ന സാധനങ്ങൾക്കൊന്നും അത് മോണിറ്റൈസ് ചെയ്യത്തില്ല. അതിനകത്ത് റവന്യൂ വരത്തില്ല. ലൈവ് സ്ട്രീം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് 1 രൂപ പോലും വരുമാനം അതിനകത്ത് നിന്ന് കിട്ടത്തില്ല. അത്രയും മണിക്കൂർ അത്രയും നമ്മൾ എഫേർട്ട് എടുത്ത് സ്പെൻഡ് ചെയ്ത് കാണുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു പ്രയോജനം പോലും അവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചോ യൂട്യൂബിന്റെ പണം മേടിച്ചോ അല്ല. അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. ലൈവ് സ്ട്രീം നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് വരുമാനമില്ല. ഞാനിത് പബ്ലിക്കലി അനൗൺസ് ചെയ്യല്ലേ, അതിനകത്ത് നിന്നില്ല, കിട്ടത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ഒരിക്കലും മോണിറ്റൈസ് അദ്ദേഹത്തിനെതിരെ ഇടുന്ന വാർത്തകൾക്ക് വ്യൂവർഷിപ്പ് ഉണ്ടായാൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകും. അതിനകത്ത് എത്രയോ KP യോഹന്നാനെതിരെ ചീത്ത വിളിക്കാൻ മാത്രം വെച്ചേക്കുന്ന ഒരു പ്രസ്ഥാനമാണോ ഞങ്ങള്? KP യോഹന്നാനെതിരെ മാത്രമല്ല, നമ്മൾ സുനിൽ ബ്രദറെ ഈ പറഞ്ഞ പൗരോഹിത്യം നിങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞേക്കുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം സത്യമുള്ളതുകൊണ്ടും വിശ്വാസ്യതയുള്ളതുകൊണ്ടുമാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നതെന്നും പറഞ്ഞു. ഇല്ല, നിങ്ങൾക്ക് KP യോഹന്നാനെ കുറിച്ച് പറഞ്ഞു മാത്രം നിങ്ങൾക്ക് നൊന്തു. ഇല്ല, എനിക്ക് KP യോഹന്നാനെ കുറിച്ച് നിങ്ങൾ ഒരു മിനിമം വിമർശനം
സാധനം ഉന്നയിച്ചാൽ എനിക്ക് നോവത്തില്ല. കാരണം അതിനകത്തിൽ സത്യമോ നിങ്ങൾ പറയുന്നതിനകത്തിലും ശരിയുണ്ടാകാം. പക്ഷെ നിരന്തരം ഒന്നിനു പുറകെ നിങ്ങൾ നിരന്തരം നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അതിനുള്ള വിഷമം എന്താ? നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് KP അംഗനന്റെ മകനാണോ നിങ്ങൾ? ഇപ്പോൾ അവർക്ക് ആ വിഷമമില്ല. KP അംഗനന്റെ മകനെ എന്നെ വിളിച്ചിട്ടില്ലല്ലേ? അവരുടെ സഭയുടെ ഒരൊറ്റ ഔദ്യോഗിക വക്താവ് എന്നെ വിളിച്ചിട്ടില്ല. ഉണ്ടോ? അവരത് കാണുന്ന പോലും ഉണ്ടാവത്തില്ല. ആരെങ്കിലും ഒക്കെ പറഞ്ഞ് ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, അവര് കാണത്തില്ല. അവരത് നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഇത്രയും വിഷമം ഉണ്ടാകേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ല. KP അംഗൻ നിങ്ങളുടെ ആരാ? നിങ്ങളുടെ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് സ്റ്റക്കായി പോയി. എന്റെ ആരാന്ന് ചോദിച്ചാൽ എന്റെ ആരുമല്ല ഉത്തരം പറഞ്ഞാൽ. പക്ഷേ എനിക്കറിയാം ഇവർക്ക് ആർക്കും തോന്നാത്ത വേദന നിങ്ങൾക്ക് എന്തുകൊണ്ടുണ്ടാകുന്നു? ഒരു മനുഷ്യൻ മരിച്ചു, അദ്ദേഹത്തെ നിങ്ങളുടെ നാട്ടിൽ ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ഒരു 2-4 കിലോമീറ്റർ ചുറ്റളവ് നോക്കി എത്ര പേര് മരിച്ചിട്ടുണ്ട്? അവർക്ക് ആർക്കും തോന്നാത്ത വേദന നിങ്ങൾക്ക് ഇതിലെന്താ കാര്യം? സുനിൽ ബ്രദറെ, ഇന്ന് പത്രങ്ങളിൽ ഇന്ന് എന്തൊക്കെ തരത്തിൽ എന്തൊക്കെ രീതിയിൽ ആളുകൾ മരിച്ചിട്ടുണ്ട്? നിങ്ങൾക്ക് അവരോടൊന്നും തോന്നാത്ത താല്പര്യം എന്തുകൊണ്ടാ? അവരോടൊക്കെ അവരെ കുറിച്ചൊക്കെ ഇങ്ങനെ സുനിൽ ബ്രദർ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുകയാണോ? നമ്മൾ എത്രയോ പേരെ കുറിച്ച് കൊടുക്കുന്നു. ഇതേപോലെ തിരുവനന്തപുരം സിറ്റി മേയറെ കുറിച്ച് ഞങ്ങൾ നിരന്തരമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ അവരുടെ ചെയ്തികളെ കുറിച്ച് വാർത്ത ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിഷമം തോന്നാത്ത എന്താ? നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനാണ്, എല്ലാമാണ്. ഞാനിതൊന്നും കണ്ടിട്ടില്ല. അതൊന്നും നിങ്ങൾ പക്ഷേ KP അംഗനെ കണ്ടപ്പോൾ നിങ്ങൾ കണ്ടു, നിങ്ങൾ വാർത്ത പക്ഷെ കാണത്തില്ല. ഹെഡിങ് കണ്ടപ്പോഴേ നിങ്ങൾ ഊഹിച്ചു എന്താന്ന്. നിങ്ങൾക്ക് പെട്ടെന്ന് ആത്മരോക്ഷം കയറി എന്നെ വിളിക്കുന്നു. ഇല്ല, നിങ്ങൾ പറയുന്ന ഏകദേശം ബേസിക് സാധനം 1-2 ഓടിച്ച് കേട്ടിട്ട് നിങ്ങൾ എന്തായാലും നെഗറ്റീവാണ് പറയുന്നതെന്ന് അറിയാം. എന്താണ് പറയുന്നതെന്ന് ഓടിച്ച് കേട്ടു. നിങ്ങൾ പിന്നെ എങ്ങനെ എന്നെ ഇന്നത്തെ സ്റ്റോറിയുടെ പോലും നിങ്ങൾ കാണാതെ പിന്നെ അതിനെ വിമർശിക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ എങ്ങനെ വിളിക്കുന്നത്? നിങ്ങൾ ഈ പറഞ്ഞതിനകത്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 90% ഇപ്പൊ എന്നെ കുറിച്ച് നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ അത് വീണ്ടും ആണ്ട് പറയുന്നു. നിങ്ങളുടെ കയ്യിൽ തന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് നിങ്ങൾ ഇതാ ആണ്ട് പറയുന്നു വീണ്ടും 90% ഊഹാപോഹമാണ്. എന്റെ മനുഷ്യൻ നിങ്ങൾ പൊട്ടിപ്പറഞ്ഞ് കീറിപ്പോയി. ഇല്ല, അത് അങ്ങനെ സുനിൽ ബ്രദറിന് വിചാരിച്ചിരിക്കുക. സുനിൽ ബ്രദർ ഇപ്പൊ ഈ വീഡിയോ എടുത്തൊരു വീഡിയോ ഇട്ട നമ്മളിപ്പോ സംസാരിച്ചത് റെക്കോർഡ് ചെയ്തെടുത്ത് വീഡിയോ ഇട്ടാലും അല്ല, ഇത് റെക്കോർഡ്. കാരണം ഞാനത് ചെയ്യാൻ ബാധ്യത. കാരണം ഇത് റെക്കോർഡാണ്. ഞാനിത് വെച്ച് ഞാൻ വീഡിയോ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ആയിക്കോട്ടെ. പക്ഷേ ഇത് കേൾക്കൂ. ഇപ്പം എന്നെ കുറിച്ച് അങ്ങ് പറഞ്ഞല്ലോ, സിജോ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നതെന്ന് അങ്ങ് പറഞ്ഞല്ലോ. അത് ഊഹാപോഹമാണ്, പൂർണ്ണമായും ഊഹാപോഹമാണ്. അത്തരം ഊഹാപോഹങ്ങളാണ് അങ്ങ് ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം. ഞാൻ അദ്ദേഹത്തിന്റെ ശമ്പളം വാങ്ങുന്നുണ്ടോ എന്ന് നിങ്ങൾ ആദ്യമേ എന്റെ അടുത്ത് ഇതല്ലെന്ന് തെളിയിക്കാൻ നിങ്ങൾ ആദ്യത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മാത്രം മതി. നിങ്ങൾ ആരാണെന്ന് പോലും അറിയാത്ത രീതിയിൽ നിങ്ങൾ ആ പേര് പറയാൻ മടിച്ചു. അതിൽ തന്നെ ഉണ്ട് നിങ്ങളൊരു മാധ്യമപ്രവർത്തനല്ലേ പറഞ്ഞത്? സുനിൽ ബ്രദറെ, നിങ്ങൾ പറഞ്ഞല്ലോ. അന്നേരം അത് അതിൽ നിന്ന് തന്നെ മനസ്സിലായി നിങ്ങൾക്ക് സിജോ പന്തപ്പള്ളിയെ അറിയത്തില്ലെന്നും നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടല്ല നിങ്ങൾ വിളിക്കുന്നതെന്നും എല്ലാം കാര്യം നമുക്ക് മനസ്സിലായി. ഇല്ലില്ല, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ഞാൻ പറഞ്ഞു 100 പരിപാടികൾ നിങ്ങൾക്കും ഉണ്ട് എനിക്കും ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ചുമ്മാ വെറുതെ വീണ്ടും നമ്മൾ കിടന്ന് ബീറ്റിംഗ് അറൗണ്ട്. ഇത് കേൾക്കൂ. നിങ്ങൾ ഈ വീഡിയോ ആയിട്ട് നിങ്ങൾ കൊടുക്കുമെങ്കിൽ ഞാൻ പറയുന്ന കൺക്ലൂഷനും കൂടെ ചേർത്ത് കൊടുക്കും. അതിന്റെ കൺക്ലൂഷൻ ഇല്ല. പിന്നെ ഞാൻ എന്താ നിങ്ങളുമായിട്ടുള്ള ഇത് ചെയ്യില്ല. എന്റെ സാമ്യ വേറെ പരിപാടി ഉണ്ട്, രാവിലെ വേറെ പണികളൊക്കെ ഉണ്ട്, നടക്കട്ടെ. സിജോ പന്തപ്പള്ളിയോട് നിങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ച കാര്യം AC ഇല്ല, ബൂമറാങ് ആയെന്ന് മാത്രം പറയുക. ഓക്കെ, ഇല്ല, ഒരു ബൂമറാങ്ങും ആയില്ല. സിജോ പന്തപ്പള്ളി പറഞ്ഞിട്ടല്ല ഞാൻ വിളിക്കുന്നത്. അല്ലെങ്കിൽ പണി പാളി വരുമെന്ന് പറഞ്ഞ മാത്രം. ഇല്ല, ഇതെല്ലാം ഇപ്പൊ ഈ പറയുന്നതടക്കം സുനിൽ ബ്രദർ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന്. ശരി, നിങ്ങളുടെ സമാധാനത്തിന് ഞാൻ സമ്മതിച്ചു തന്നു. എല്ലാം ഊഹാപോഹങ്ങളാ. സിജോ പന്തപ്പള്ളിയോട് പറ, സുനിൽ സമ്മതിച്ചെന്ന് പറ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.